ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കൊള്ളി പറിക്കുകയാണ്. കപ്പക്കിഴങ്ങ്, കൊള്ളി, മരച്ചീനി എന്നൊക്കെ പറയൂലേ. പല നാട്ടിൽ പല ഭാഷയാണ്. ഇവിടെ ഇതിന് കൊള്ളി എന്നാണ് പറയുക, ഗുരുവായൂർ ഭാഗത്തൊക്കെ. മട്ടി മുറിക്കാനായിട്ട് ഇവിടെ ആൾ വന്നിട്ട് മട്ടിയൊക്കെ മുറിച്ച് കൊണ്ടുപോയിക്കണം. അപ്പോൾ അവർ മട്ടി മുറിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കിയിട്ടിട്ടുണ്ട് ഈ മണ്ണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ കൊള്ളി പറിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം, വെട്ടി ഒക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ കൊള്ളി ഒക്കെ തണ്ട് നട്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് അതൊക്കെ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കൊള്ളിയൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുത്ത് റെഡിയാക്കി എടുക്കാം. ഇനി അത് തൊലി കളഞ്ഞ് നമുക്ക് ഈസ്റ്റ് ഉണ്ടാക്കണം. അത് നമ്മൾ വേറെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് ഇത് ലെങ്ത്ത് കൂടും, എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പറ്റുന്ന പോലൊക്കെ ഇത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ബാക്കി തണ്ടൊക്കെ നമുക്ക് കുഴിച്ചിടണം. അതുപോലെ തന്നെ കുറ്റിക്കുരുമുളകിൻ്റെ വള്ളിയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ മട്ടിയുടെ കിടക്കുണ്ടായിരുന്നതൊക്കെ അവർ വെട്ടി ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ മാങ്ങഞ്ചി ഒക്കെ അവിടെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവരവിടെ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമല്ലൊക്കെ ശരിക്കും ആയി വരുന്നുള്ളൂ. അപ്പോഴേക്കും അവിടെ പറിച്ചിട്ടത് കൊണ്ട് ഞാനുള്ളത് അതുമെന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ചമ്മന്തി അരക്കണയിലൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതും പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ നട്ട് കൊടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഈ കുരുമുളക് വള്ളിയൊക്കെ ഇവിടുന്ന് മാറ്റി വെക്കുകയാണ്. അത് എന്നിട്ട് നമുക്ക് നട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കൊള്ളി എല്ലാം കഴുകി വൃത്തിയാക്കി അതുകൊണ്ട് ഈസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.